ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. നമ്മൾ ഇന്നും ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇന്നലത്തേന് അത്രയും കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ന്യായമായിട്ട് നമ്മുടെ ലെവലുകൾ വെച്ച് നമ്മളിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അല്ലേ. ഞാൻ ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചു. താങ്ക് യു. പക്ഷേ ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ പ്രോഫിറ്റൊക്കെ എന്നെ കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇതിനൊരു മറുവശമുണ്ട്. ഓക്കെ, ഇതൊരു മറുവശം. ഇത് ഈ ലെവലുകളോ അല്ലെങ്കിൽ ഈ വ്യൂവോ തെറ്റിപ്പോകാനുള്ള സാധ്യതയും ഇതുപോലെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഈ പോസിറ്റീവ് പറയുന്നു, നിങ്ങൾ എന്നെ എല്ലാവരോടും എൻകറേജ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഒക്കെ ശരിയാണ്, ഒക്കെ ഫൈൻ. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. അന്ന് നിങ്ങൾ എന്നെ പൊങ്കാലയിടല്, മനസ്സിലായോ? അപ്പം നമ്മുടെ വ്യൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കിപ്പം 50 മുതൽ 70% വരെ ഇതിൻ്റെ സാധ്യതകളെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, അതായത് പ്രോബബിലിറ്റി. മനസ്സിലായോ? ആ സാധ്യതകളെ നമ്മൾ മാക്സിമം പഠിച്ച് അതിൻ്റെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനതിൽ ഏറ്റവും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം നമ്മളിന്ന് വരച്ചിരുന്നു, ഇനി 2 ലൈൻ മേലോട്ട് വരച്ചിരുന്നു. പിന്നെ ഒരു സെക്കൻഡ്, അപ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് വരാം. കൂടുതൽ നമ്മൾ പറഞ്ഞ് വീഡിയോയുടെ ദൈർഘ്യം ഞാൻ കൂട്ടുന്നില്ല. അപ്പം മാർക്കറ്റ് എങ്ങോട്ടാണ്? മാർക്കറ്റ് കറക്റ്റ് ഇന്നൊരു 15-18 പോയിൻ്റ് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് അല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ഇതാണ് മാർക്കറ്റ്. ഓക്കെ, ഇത് ഞാൻ വരച്ച് കാണിക്കാം. ഓക്കെ, മാർക്കറ്റ് ഇതാണ് നമ്മുടെ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇല്ലേ. ഓപ്പൺ ആയതല്ല, ഇവിടെ ഓപ്പൺ ആയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ്. 15 പോയിൻ്റ് കണ്ട് ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ഗ്യാപ്പ് ഡൗണിൽ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് അവിടെ നേരെ താഴോട്ട് വന്നു ഇല്ലേ. ആദ്യം കുറച്ച് മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു. അങ്ങനെ കറക്റ്റ് ഈ ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ വന്ന് ഇങ്ങോട്ട് വന്നു. നേരെ നമ്മൾ വരച്ച ലൈനിൽ വന്ന് ഇവിടെ വന്ന് എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തു. ഞാൻ കൃത്യമായിട്ട് 12,600 സപ്പോർട്ടാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു, വരച്ച് വിട്ടിരുന്നു ഇല്ലേ. ഈ 12,600 നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് തിരിയണമെന്ന് ഞാൻ വാട്സപ്പിനകത്തിൽ ഞാൻ രണ്ടിടത്തും ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് എങ്ങോട്ട് തിരിയും എന്നുള്ളത് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു. മാർക്കറ്റ് അതിന് ശേഷം നേരെ അടുത്ത ക്യാൻഡിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടുന്ന് അടുത്ത ക്യാൻഡിൽ നേരെ തിരിച്ചു പോയി. ഇച്ചിരി ഒന്ന് വലുതാക്കി കാണിക്കാം. മാർക്കറ്റ് ഇവിടെ നോക്കിക്കേ, ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നേരെ തിരിച്ച് താഴോട്ട് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോം ആയി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മളിവിടെ ഒരു കോൾ എടുത്തു. നിങ്ങൾ യൂട്യൂബുകാർക്ക് കറക്റ്റായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കോൾ എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ വാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഒരു കോൾ എടുക്കാനെന്ന്. അപ്പം നമ്മൾ എന്നിട്ട് ഇവിടുന്ന് ഒരു കോൾ എടുത്തു. സുന്ദരമായിട്ട് പോയി നേരെ തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും റീടെസ്റ്റ്. നോക്കിക്കേ, ഇതൊരു നിങ്ങൾക്ക് ഒരു പഠിക്കാനൊരു സംഗതിയാണ്. ഇത് നോക്കി, മാർക്കറ്റ് ഇവിടെ വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഇവിടെ നോക്കിയേ, മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് എടുത്തു. കണ്ടോ? റീടെസ്റ്റ് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. ഇതിനാണ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ മാർക്കറ്റ് വന്നു, ഇവിടെ വന്നു, ഇങ്ങനെ വന്നു, ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് മേലോട്ട് പോയി. കണ്ടോ? ഇതിനാണ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ കൺഫർമേഷനാണ്. ഓക്കെ, ഒരു ഡബിൾ കൺഫർമേഷൻ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നേരെ സുന്ദരമായിട്ട് നേരെ മുകളിലോട്ട് പോയി നമുക്ക് ഇവിടം വരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, സുന്ദരമായിട്ട് നല്ല ഉഗ്രം പ്രോഫിറ്റ് നമുക്ക് ഇവിടം വരെ കിട്ടി. ഇതിന് ശേഷം പിന്നെയും ചെറുതായിട്ട് മാർക്കറ്റ് ഒന്ന് വന്നു. എപ്പോഴും നമ്മൾ ചിന്തിച്ചോണം, മാർക്കറ്റ് ഒരിക്കലും നമുക്ക് ഇങ്ങനെ പോകത്തില്ല. മാർക്കറ്റ് എങ്ങനെ പോകുന്നത്? ഇങ്ങനെ പോയി. എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ പോകത്തുള്ളൂ. ഒരിക്കലും മാർക്കറ്റ് ഒറ്റയടിക്ക് പോകത്തില്ല. അങ്ങനെ പോകുന്ന മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊത്തോന്ന് തലയും കുത്തി വീഴും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്കറ്റ് പോയി നേരെ തിരിച്ചിങ്ങനെ വന്നു. പിന്നെ ഇവിടുന്ന് നേരെ ഈ അടുത്ത് നമ്മുടെ സപ്പോർട്ട് വരച്ചിട്ടിരുന്ന എവിടെയാണ്? 12,790 ഇല്ലേ. 12,790 വന്ന് സപ്പോർട്ട് ചെയ്ത് കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത ശേഷം പിന്നെ ഇവിടെ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ പോവാണ്. അപ്പം ഇതിനകത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ഇവിടെ വരെ മാർക്കറ്റ് ഇവിടെ വരെ വന്നതിന് ശേഷം
മാർക്കറ്റ് ഇവിടെ വരെ വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ പിന്നെ ഒരു സി വ്യൂ ആക്ച്വലി എനിക്കില്ലായിരുന്നു. ഇവിടെ വരെ വന്നതിന് ശേഷം ഒരു സി വ്യൂ എനിക്കില്ലായിരുന്നു. കാരണം ഇവിടം വരെ ഉള്ളൂ മാർക്കറ്റ്. ഇവിടുന്ന് ഇനി മേലോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് പിന്നെ വേറെ കോളുകൾ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മൾ രാവിലെ 10 മണിയായപ്പോഴേ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. ഇവിടെ കൊണ്ട് നമുക്ക് ഈ ഒറ്റ കോൾ കൊണ്ടാണ് നമ്മൾ പരിപാടികളെല്ലാം അവസാനിച്ച് നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി നമ്മൾ പരിപാടി നിർത്തി. അതിനുശേഷം മാർക്കറ്റ് വാച്ച് ചെയ്ത് നമുക്ക് ഈ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി ഫ്യൂച്ചറിലോട്ടൊന്ന് പോയി നോക്കാം. ഫ്യൂച്ചറിൽ എന്തുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ സി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം. എന്നോട് പലരും ചോദിച്ചത് ഇവിടെ പിന്നെ സി എടുക്കട്ടെ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് ഇവിടെ കുറേ നേരം കൺസോൾട്ട് ചെയ്ത ശേഷം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെ മേലോട്ട് പോയി. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ സി പറഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യും. നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോവാം. ഓക്കെ, ഫ്യൂച്ചറിനകത്ത് നിങ്ങൾ നോക്കിയ ഒരു കാര്യം നിങ്ങൾക്കൂടെ മനസ്സിലാവും. നിങ്ങൾ ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ കറക്റ്റ് നാളെ പ്രൈസ് ആക്ഷൻ്റെ ഭാഗമായി ഞാൻ ഈ പറയുന്നതൊക്കെ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫ്യൂച്ചറിൻ്റെ ചാർട്ടായത്. ഈ ഫ്യൂച്ചറിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഫസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു വോളിയം. ഇത് നമ്മുടെ ഓപ്പണിംഗ് ക്യാൻഡിലാണ്. ഓക്കെ, 9:15 ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓക്കെ, താഴെ വന്നു, തിരിച്ച് കയറി, ഇവിടുന്ന് പിന്നെ റീബൗണ്ടാണ് ഇല്ലേ. മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി. നമ്മുടെ സപ്പോർട്ട് ഫസ്റ്റ് അതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കിയാൽ മനസ്സിലാവും. 12.750 വന്ന് റെസിസ്റ്റൻസ് എടുത്തു ഇല്ലേ. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്. നല്ല ഹ്യൂജ് വോളിയമാണ്. ഇതിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഈ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ വോളിയം നോക്കിക്കേ. ഇവിടെ വോളിയം ഉണ്ടോ നോക്കിക്കേ നിങ്ങൾ. ഇവിടെ കാണാൻ വോളിയം ഉണ്ടോ? ഒരു വോളിയം ഇവിടെ വോളിയം ഇല്ല. വോളിയം ഉണ്ടെങ്കിൽ തന്നെ മെജോറിറ്റി ഇവിടെ വോളിയം കൂടുതലും റെഡിനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ മെജോറിറ്റി കൂടുതലും സെല്ലിംഗ് സൈഡാണ് മെജോറിറ്റി കൂടുതലും വോളിയം കാണുന്നത്. ഗ്രീൻ ക്യാൻഡിലുകൾ വളരെ കുറവാണ്. നിങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം കൂടെ വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാലും ഇവിടെ സെല്ലിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെ വരെ അല്ല, ഇവിടെ വരെ ഓക്കെ, സെല്ലിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു സംഭവം കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി ഇല്ല, നമുക്കിനി താഴോട്ടുള്ള. ഞാനാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ എവിടെയോ വന്നപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെയാണോ അല്ല ഇവിടെയാണ് തോന്നുന്നു. ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. എന്നിട്ട് ഇതിന് ശേഷം മാർക്കറ്റ് അപ്പോൾ തിരിച്ച് താഴോട്ട് വരാനുള്ള ടെൻഡൻസിയാണ്. ഞാൻ ഇവിടുന്ന് സ്വന്തമായിട്ട് ഞാനിവിടെ ഒരു കോൾ എടുത്തതിന് ശേഷം ഇത് മാർക്കറ്റ് മേലോട്ട് പോയാലും ഞാൻ വിട്ടില്ല. കാരണം എനിക്കറിയാമായിരുന്നു മാർക്കറ്റ് താഴോട്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ ഹൈയോട് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ആവറേജ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് മേലോട്ട് പോയിട്ട് നേരെ താഴോട്ട് വന്ന് ഇത്ര ഞാൻ ക്യാപ്ചർ ചെയ്തു. ഇവിടം വരെ ഞാൻ ക്യാപ്ചർ ചെയ്തു. ഇതോടെ ഞാൻ പരിപാടി നിർത്തി. വേറെ പരിപാടിക്കൊന്നും ഞാൻ പോയില്ല. പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും എൻ്റെ വിഷയമുള്ള കാര്യമല്ല. മനസ്സിലായി? അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ സംഭവം. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ക്യാൻഡിലുകൾ പോകുമ്പം അതിനനുസൃതമായിട്ട് എന്ത് വേണം, ഇവിടെ വോളിയത്തിനകത്തിൽ ഡിഫറൻസ് വരുന്നുണ്ടോ നോക്കണം. ഹ്യൂജ് വോളിയം വരുന്നുണ്ടെന്നും കൂടെ നമ്മൾ നോക്കണം. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. ഈ വോളിയവും നമ്മുടെ ക്യാൻഡിൽ നമ്മളുള്ള ബന്ധം എങ്ങനെയാണ് നമ്മളത് റീഡ് ചെയ്യുന്നുള്ളതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ലേറ്ററായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് സി വ്യൂ എടുത്തില്ല എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മിനിറ്റ്, സമയത്തിന് പോകുന്നില്ലേ. എന്തുകൊണ്ട് അപ്പോൾ ഈ നിങ്ങൾ കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇവിടെ വോളിയം കൂടുതൽ റെഡ് ക്യാൻഡിൽസാണ് കേട്ടോ. ഇവിടെ റെഡ് ക്യാൻഡിൽസിനാണ് ആധിപത്യം കൂടുതൽ. ഇവിടെ എല്ലാം റെഡായി വലിയ റെഡുകളെല്ലാം ഇവിടെയാണ്. ഇവിടെ എല്ലാം വലിയ റെഡുകളാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു വോളിയം കാണാത്തതുകൊണ്ടാണ്. ഇതുപോലൊരു വോളിയം വന്നിരുന്നെങ്കിൽ ഓക്കെ, സമ്മതിച്ചു, നമുക്ക് ഇവിടെ ഒരു അപ്പ് മൂവ് എന്ന് പറയും. കാരണം ഇവിടെ കറക്റ്റായിട്ട് അറിയാം. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ നല്ല നോക്കി ഇവിടുത്തെ ഒരു വോളിയം കൂടുന്നുണ്ടോ. ഇവിടെ നമുക്ക് തീരുമാനിക്കാം. ഇവിടുന്ന് നമുക്ക് ഒരു സി പിടിക്കാം എന്നുള്ള തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കാം? ഇവിടുത്തെ ഈ വോളിയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇല്ലേ. വോളിയം ഗ്രാജുവലി കൂടി വരുന്നു. അതിനനുസരിച്ച് മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ട്. ഇവിടുന്ന് മേലോട്ട് പോകുമെന്നാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പലരും മെസ്സേജ് ചോദിച്ചു എന്തുകൊണ്ട് ഫ്യൂച്ചറും സ്പോട്ടും കൂടെ നോക്കുക. ഫ്യൂച്ചറിനകത്ത് മാത്രം നമുക്ക് വോളിയം കാണാൻ പറ്റത്തുള്ളൂ, സ്പോട്ടിനകത്ത് നമുക്ക് വോളിയം ഇല്ല. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചറും എടുത്ത് വെച്ചത്. എന്നെങ്കിലും നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്കിനി നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ആ പ്രൈസ് ആക്ഷൻ മനസ്സിലായല്ലോ. വോളിയമാണ്. വോളിയം നമ്മൾ എപ്പോഴും വോളിയം കൂടെ വാച്ച് ചെയ്യണം. വോളിയം ക്യാൻഡിലിനനുസൃതമായിട്ട് വോളിയം കൂടെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ആയിരിക്കും. മനസ്സിലായി? നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത ആയിരിക്കും അവിടെ കൂടുതലെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഓക്കെ,
അപ്പോൾ നമുക്കിനി നാളത്തെ സംഗതികളിലേക്ക് വരാം. നമുക്ക് നാളത്തെ സംഗതികൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ച വരയിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ് ഇല്ലേ? കറക്റ്റ് നമ്മുടെ വരയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വേറെ നമ്മളൊന്നും ചെയ്തില്ല. ഈ വര ഒന്നും മാറ്റേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരു വര, ഇപ്പോൾ ഈ വര ഇൻവാലിഡായി എന്ന് പറയാം. ഇവനെ നമുക്ക് താഴോട്ടിറക്കി വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവനെ ഒരു സപ്പോർട്ടായിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, ഇത് ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പപ്പ് ആണെങ്കിൽ, നാളെ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കണം. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, നാളെ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഗ്യാപ്പപ്പ് എന്ന് വിചാരിച്ചു, ഇവിടെയാണ് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിച്ചു. ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകും, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് ഒന്നുകിൽ ഇവിടുന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഓക്കെ, ഇത് നമ്മുടെ മനസ്സിലിരിക്കണം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത നമുക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലിടുന്നോട്ടെ. ഏതായാലും 13,018 നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ്. അതിന് മുന്നാടിയിട്ടുള്ളത് 12,900 കൂട്ടിക്കോ. 12,900 ആണ് നമ്മുടെ ഈ ലൈന്. ഓക്കെ, അപ്പോൾ ഇത് എവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് താഴോട്ടുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങോട്ട്. ഓക്കെ, ബാക്കി ലെവലുകൾക്കൊന്നും ഒരു മാറ്റമില്ല, നമ്മളൊന്നും മാറ്റുന്നില്ല. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യും? ഇവിടുത്തെ വരകളൊക്കെ, അടുത്ത വരകൾ ഇവിടെ. ഓക്കെ, അടുത്തത് ഇവിടെ കൊണ്ട് നിർത്താം. ഇതിന് താഴെയൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വെടി പൊട്ടണം. വെടി പൊട്ടിയാലേ പിന്നെ താഴോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നാളത്തെ സിനാരിയോ. അപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഇവിടെ നമ്മൾ വരച്ചില്ലല്ലോ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൂടെ ഇരുന്നോട്ടെ. ഇവിടെ ഉണ്ടോ? 4 വരെയായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം നമുക്ക്. ഇല്ല, ഇതിന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഇന്ന് ലൈക്ക് അടിച്ചിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ കേട്ടോ. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ഇപ്പം എല്ലാവരും ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നെങ്കിൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇത് വർക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കത്തുള്ളൂ. ആ കാര്യം നിങ്ങൾ മറന്നുപോകില്ല. അപ്പം ഞാൻ നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ആ രീതിയിൽ തന്നെ വേണം സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം. അപ്പം അതനുസരിച്ച് അത് കാണുമ്പോൾ, അത് വായിക്കുമ്പം എനിക്കും അതിനകത്ത് നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അതോട് ഉൾക്കൊള്ളിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നാളത്തെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ മാർക്കറ്റ് ചലിക്കുന്നു നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം ഡൗ ജോൺസ് ഇപ്പം ഓപ്പൺ ആയി. അപ്പോൾ നമുക്ക് നോക്കാം. ഡൗ ജോൺസ് നെഗറ്റീവാണ്, ഫ്ലാറ്റാണ് ഓപ്പണിങ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഡൗ ജോൺസ്. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല നാളെ. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, 1-2 ട്രേഡിൽ കൂടുതൽ ചെയ്യാതെ കൃത്യമായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 1-2 ട്രേഡ് എടുത്ത് 10-15 പോയിന്റ് കിട്ടിയാൽ അത് മാറി നിൽക്കുക. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും. ആരുടെ സഹായം ഇല്ലാതെ സ്വയം പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ മാത്രം മതി. ഞാൻ ഇന്ന് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ആ പ്രൈസ് ആക്ഷൻ്റെ ആ സീരീസ്. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ചുമ്മാ എടുത്തിയാടി കണ്ടിട്ട് കാര്യമില്ല. സമാധാനപരമായിട്ട് ഇരിക്കുമ്പം നിങ്ങൾ അത് ശാന്തമായിട്ട് ഇരുന്ന് കാണുക. ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് വെച്ചാൽ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും വിജയിക്കാൻ പറ്റും. അത് തരുന്ന ഒറ്റയ്ക്ക് നിങ്ങളൊരു ട്രേഡ് എടുത്ത് വിജയിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആ ആത്മവിശ്വാസം ഒരാശാമാർക്കും തരാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു മനുഷ്യന് ഒരു ട്രെയിനിങ് കോഴ്സിനും തരാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചാർട്ടിനകത്ത് കണ്ടുപിടിച്ച് ട്രേഡ് എടുത്ത് വിജയിപ്പിക്കുമ്പം കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പുതുജീവനാണ് വീഴുന്നത്. നിങ്ങളപ്പോൾ പിന്നെയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ പറ്റും. ഞാനിതൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.